അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അയിത്തണ്ണങ്ങളുണ്ട് കേട്ടോ. അയിത്തണ്ണ ഇന്ന് ഓഫായിരുന്നു, ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൾക്കല്ലെങ്കിലും ഇങ്ങനെ പുറത്തെ പണികളൊക്കെ എടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ഒരു കാര്യം ചെയ്യിപ്പിക്കാറില്ല, വേഗം തന്നെ കൂടി തരും. അത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കേട്ടോ. അങ്ങനെ ദേ മിറ്റൊക്കെ അടിച്ച് വാരി. ഇവിടെ അങ്ങനെ അധികം കരട് ഉണ്ടാവില്ല, കാരണം ഡെയിലി ഞാൻ തോർന്ന് നിൽക്കുന്ന വൈകുന്നേരങ്ങളിൽ മഴയില്ലാത്തപ്പോൾ ഞാൻ അടിച്ചിടാറുണ്ട്, കാരണം നമുക്ക് വിളക്ക് വയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ഞാൻ ജസ്റ്റ് തൂത്തിടാറുണ്ട്. ബാക്കിക്ക് ഇവിടെ തൂത്തിട്ട് ബാക്കിക്ക് പോകുമ്പോഴത്തേനും അടുത്ത മഴ പെയ്യും. അപ്പോൾ പിന്നെ ചൂലിട്ടിട്ട് നേരെ ഉള്ളിലേക്ക് കയറി വരും. അതാണ് അവസ്ഥ ഒരു 3-4 ദിവസമായിട്ട്. പിന്നെ അപ്പൂനെ ഞാൻ തുറന്നു വിട്ടു കേട്ടോ, കാരണം അതിൽ ഉള്ളപ്പോഴാണ് അവളെ വിടാൻ പറ്റുള്ളൂ. എന്നെ പ്രത്യേകിച്ച് വലിയ അനുസരണയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് പേടിയുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ അവളെ വിട്ടു. പിന്നെ അവളുടെ കൂടിൻ്റെ അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു. വീണ്ടും ഇപ്പം ഈ മഴയ്ക്ക് പൊന്തിയ പുല്ലാണ് കേട്ടോ അത്. അപ്പം ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അവളുടെ കൂടിൻ്റെ അവിടെ ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരെനിക്കറിയില്ല. നല്ല രസമാണ് കേട്ടോ, നല്ല കളറാണ് അത്. കളറ് കണ്ടിട്ടാണ്, ആ പൂവിനോടുള്ള ഇഷ്ടം കണ്ടിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്തു. പിന്നെ നേരെ വന്നത് ഈ സൈഡിലേക്കാണ് കേട്ടോ. ഈ സൈഡിലേക്കാണ് ഞാൻ തീരെ വരാത്ത മഴ പെയ്തേ പിന്നെ. അപ്പം അവിടെയും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, അടിച്ച് വരുന്നുണ്ട്. പിന്നുണ്ട് അപ്പോഴാണ് തെങ്ങിൻ്റെ ചോട്ടിൽ 3-4 തേങ്ങ ഉണ്ട് ചാടിക്കിടക്കുന്നുണ്ടെന്ന് ഇതേടം പറയണത്. അത് മഴയത്തും നല്ല കാറ്റുണ്ടായിരുന്നേ, അപ്പം ആ സമയത്ത് വീണതായിരിക്കും. ഞാൻ പക്ഷേ തേങ്ങ വീണ സൗണ്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പം ഏകദേശം മുറ്റത്തെ പണികൾ, പുറത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.